ഘട്ടത്തിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അവസാന ഘട്ടത്തില് ജൂൺ 1-ാം തീയതി 7-ാം ഘട്ടത്തിലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഓർത്ത് നമുക്ക് ആശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇനി 10-38 ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും UDF പ്രവർത്തകരുടെ, അനുഭാവികളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി, തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടന്നു വന്നപ്പോഴത്തേക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും UDF-നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ കൊയ്ത്തായിരുന്നു. ഞാൻ കൊയ്ത്തിന് വേണ്ടി പാടശേഖരത്തിൽ പോകുമ്പോൾ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർ പോലും പറയുന്നത്, ഞങ്ങൾക്കൊന്നും പരസ്യമായി വരുവാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇത്തവണ UDF വിജയിച്ചു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വികാരം പങ്കുവെക്കുന്നവരാണ് UDF-ന്റെ ആൾക്കാർ. അവര് ചോദിക്കുന്നത് എന്തിനു വേണ്ടി? എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളെ സാറിനെതിരെ വോട്ട് ചെയ്തത് ചില പ്രതീക്ഷയോടുകൂടിയാണ്. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ബഹുമാനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ, കേരള കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, കടുത്തുരുത്തിയുടെ MLA, ശ്രീ മുൻ മന്ത്രി വിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും. ഇപ്പോൾ 1600 രൂപയുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും 100 രൂപ കൂട്ടി 5 വർഷം കഴിഞ്ഞാൽ 2500 കിട്ടുമെന്നാണ് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായി. കിറ്റ് കിട്ടിക്കൊണ്ടിരുന്നു. ഇലക്ഷൻ കഴിയുന്നവരെ കിറ്റ് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ 2 പേരുള്ളൊരു വീട്ടിൽ 3200 രൂപയും കിറ്റും കിട്ടുവാണെങ്കിൽ അത്യാവശ്യം പട്ടിണിയില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും. ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്തു. മാവേലി സ്റ്റോറുകളിൽ ചെന്നാൽ അത്യാവശ്യം സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്തു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവിടെ അത്യാവശ്യം മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചികിത്സാ ചെലവില്ലായിരുന്നു. ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്തു. വലിയ അസുഖങ്ങൾ വന്നാൽ, കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ, അതുപോലെയുള്ള വലിയ മാരകമായ അസുഖങ്ങൾ വന്നാൽ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലൂടെ ജീവൻ നിലനിർത്തുമായിരുന്നു. അത് മാണി സാറും ഉമ്മൻചാണ്ടി സാറും തുടങ്ങിയതാണെങ്കിൽ പോലും പിണറായി സർക്കാർ തുടരുന്നത് കൊണ്ട് അത് പിന്നെയും നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നെൽകർഷകർ പറയുന്നത്, കുട്ടനാട്ടിലെ നെൽകാർഷിക മേഖല ഇത്രയും മാത്രം അനാഥമായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില കിട്ടുന്നേ ഉള്ളൂ. ഈ കൊടുംവരൾച്ചയ്ക്ക് ഇപ്പോഴും ഏജന്റുമാർ കയറി ഇറങ്ങി പറയുന്നത് 2% കുറയ്ക്കണം, 3 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാൻ, അത് അന്യായമാണെന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നമുക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയാണ് കുട്ടനാട്ടിലെ നെൽകർഷകനെ ഇത്രമാത്രം ദുരിതത്തിലാക്കിയത്. കാരണം കൃഷിയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല, ജയക്കൊണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. പക്ഷേ നമുക്ക് ചില കണക്ക് തീർക്കാനായിട്ടുണ്ട്. നെൽകർഷകന് കഴിഞ്ഞ പ്രാവശ്യം വേദന വന്നപ്പോഴത്തേക്ക് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് മങ്കമ്പിലെ പോലീസുകാരന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് നമ്മളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. കർഷകന് വേണ്ടി ഉപവാസ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്, കർഷകന്റെ രോദനങ്ങള് പാർലമെന്റിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളുടെ ഗ്രൗണ്ട് വളരെ ക്ലിയർ ആണ്. അടിത്തട്ടിൽ ജനങ്ങൾ പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തോട് മുഖം തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ അനുഭാവികൾ പോലും ഇടതുപക്ഷത്തിനെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി വരുന്ന 10-38 ദിവസം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സജീവമായി മുന്നോട്ട് പോയാൽ
ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ 3000 താഴെ വോട്ടുകൾ മാത്രമേ കൊടിക്കുന്നിൽ സുരേഷിന് ഭൂരിപക്ഷം കുട്ടനാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ 10,000-ന് മുതലായി 15,000 വോട്ടുകളിലേക്ക് നമുക്ക് കുട്ടനാട്ടിൽ നിന്ന് ശ്രീ കൊടിക്കുന്നിലിന് കൊടുക്കാനായിട്ടുള്ള ചരിത്രപരമായ കടമ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കടമയ്ക്ക് വേണ്ടി ചരിത്രവും കാലവും നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തോടുകൂടി മറ്റെല്ലാം മറന്നുകൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിക്കുവാൻ UDF-ന് കേരളത്തിൽ വീണ്ടും തിരിച്ചു വരുവാനായിട്ടുള്ള ഈ വലിയ യുദ്ധത്തിൽ UDF-ന് കൂടെ കൈകൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നതിന് JSS നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KP സുരേഷിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും ആ 20 മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി 20-ൽ 20 സീറ്റും ജയിക്കുമെന്നുള്ള അതിന്റെ കാഹളം കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അദ്ദേഹത്തിന് എന്റെ ഒരു കണക്ക് ഒരു ചെറിയ കണക്കാണ്, അത് കൂടുതലുണ്ടെന്ന് നിങ്ങൾ പറയണമേ. 1,00,000 വോട്ടിന് മേളിൽ 1,00,000 വോട്ടിന് മുകളിൽ കൊടിക്കുന്നിൽ സുരേഷിനെ കുട്ടനാട്ടിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും വിജയിപ്പിക്കണമെന്ന് അതിന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകുവാൻ. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയൊരു സംസ്ഥാനമാണ്. 3.5% ജനങ്ങൾ അധിവസിക്കുന്ന ജനങ്ങളുള്ള നാടാണ് ഈ കേരളം. ഈ കേരളം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അപമാനിതരായി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഇവരൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അപമാനിതരായിരിക്കുകയാണ്. എന്താണ് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, വഴി നടക്കാൻ അവകാശമില്ലാതെ, വിദ്യ അഭ്യസിക്കാൻ അവകാശമില്ലാതെ മൃഗപ്രായരായി കഴിഞ്ഞിരുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളും ക്രൂരമായ അനാചാരങ്ങളും കൊണ്ട് പരിഞ്ഞു ബന്ധിക്കപ്പെട്ട് വീർപ്പ് മുട്ടിക്കടിച്ചിരുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആശയും ആവേശവും ആത്മവിശ്വാസവും പകർന്നു നൽകി അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുദേവനും മമ്പത്ത് പത്മനാഭനും അയ്യങ്കാളിയും പന്നിർ കറുപ്പനും ഒക്കെ നടത്തിയ ധീരമായ നേതൃത്വം വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾക്ക് കൂടി മാർഗദർശകമായിരിക്കും. അത് തന്നെയല്ല, പാശ്ചാത്യ മിഷണറിമാരുടെ വരവോടുകൂടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ഇതെല്ലാം ഉണർന്നപ്പോൾ അടിമത്യത്തിലാണ്ട് കടന്ന ജനത ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ വരികയും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഉയർന്നു നിൽക്കുന്ന പ്രിയമുള്ളവരെ, 5-8 വർഷക്കാലമായി ഞാൻ മുമ്പ് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രവർത്തിച്ചു ഉയർത്തിയ ജനതയെ, അവരുടെ അഭിമാനം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ 5-8 വർഷമായി ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാന് തീലമ്പയിൽ നിന്ന് വരികയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത പഞ്ചായത്താണ് നീലമ്പേരൂർ പഞ്ചായത്ത്. MLA-യും MLA ചേട്ടനും 20 വർഷമാകുന്നു സർക്കാർ ഭൂമിയെടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും കുട്ടനാട്ടിലെ ആളുകൾക്ക്
കുടിവെള്ളം കിട്ടാൻ ഇതേവരെ അവർക്ക് ഒരു ആത്മാർത്ഥയുമില്ല. അതുപോലെ കാർഷിക മേഖലയിലെ ഇതൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നത് എല്ലാം വിശദീകരിച്ച് വിദ്യാഭ്യാസ മേഖല ആകെ കുളം തോണ്ടി. പ്രിയമുള്ളവരെ, നമ്മള് നൊന്ത് പ്രസവിച്ച് അമ്മ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവൻ പാസ്സായി, അവൻ ജോലി കിട്ടി. അവൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ കുടുംബം രക്ഷപ്പെടുമെന്നുള്ള ആ ചിന്തയിൽ മക്കളെ കോളേജിലേക്ക് വിട്ടിട്ട് നമ്മളെല്ലാം, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ അമ്മമാര്, കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി കണ്ണീര് തോരാത്ത ദിനങ്ങളാണ്. നമ്മുടെ ഒരു കുഞ്ഞനുജൻ സിദ്ധാർത്ഥൻ ചിത്രപഥത്തിന് വിധിക്കപ്പെട്ട്. എന്താണ് ചിത്രപഥം? ഞാൻ നീട്ടുന്നില്ല. എന്താണ് ചിത്രപഥം? പണ്ട് കുറ്റവാളി എന്ന് വിധിച്ചാൽ അവനെ മുക്കാരിയിൽ കെട്ടിയിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന, ചരവയ്ക്ക് മാന്തി മാന്തി, സൂചിക്ക് കുത്തി കുത്തി കൊല്ലുന്ന, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന, അതിനാണ് ചിത്രപഥം എന്ന് പറയുന്നത്. സ്വന്തം സഹപാഠിയെ, സ്വന്തം കൂടെ ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം സഹോദരനെ, സ്വന്തം സഹപാഠിയെ ചിത്രപഥം 3-4 ദിവസം തുള്ളി ജലപാനം പോലും കൊടുക്കാതെ ക്രൂരമായി, പൈശാചികമായി, നിന്ദ്യമായി കൊലപ്പെടുത്തിയ ഡിവൈഎഫ്ഐ, SFI. ഞാൻ അവരെ പറ്റി ഓർക്കുമ്പോഴാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് SFI, DYFIക്കാര് അഭിമാനമായിരുന്നു കേരളത്തിന്. ഞങ്ങളൊക്കെ അന്ന് അതിൽ അംഗമായിരുന്നു. പ്രിയമുള്ളവരെ, അവര് നമ്മുടെ വീടിന്റെ വളവിനൊക്കെ കൊടിമരം നാട്ടി, അതിൽ വാർത്താ ബോർഡ് വെച്ച് നിത്യോപയോഗ സാധനങ്ങളെ വില പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട്, ആകാശത്തേക്ക് മുഷ്ടിചരിച്ചു എറിഞ്ഞുകൊണ്ട്, ഇംഗുലാ വിളിച്ചുകൊണ്ട്, ദിക്കുകൾ 4 ദിക്കും പൊട്ടുമാറ് ഉറക്ക മുദ്രാവാക്യം വിളിച്ചില്ലേ? DYFIക്കാരാ, SFIക്കാരാ, ഭരണത്തിന്റെ ശീതള ഛായയിൽ മതി പറന്നുറങ്ങാതെ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ രക്ഷിക്കണമെന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ 1 ലക്ഷം വോട്ടിന് മേൽ വിജയിപ്പിക്കാനുള്ള പ്രതിജ്ഞയുമായി ഇവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താണ്. നമ്മുടെ യോഗം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി ബഹുമാന്യനായ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റും കുട്ടനാട് UDF കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ തങ്കച്ചൻ വാഴേച്ചിറയെ ക്ഷണിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമുക്ക് വളരെ കാലം UDF യോഗങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുട്ടാർ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയായി വളരെ കാലം നമ്മുടെ ജനാധിപത്യ വിശ്വാസികളുടെ ശബ്ദവും സ്വരവും ഒക്കെയായിരുന്ന പ്രിയപ്പെട്ട KK കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന് പേരിൽ അനുസ്മരണ സമ്മേളനം അവിടെ നടന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ ഈ സമയം തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മാവിനെ അനുസ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് സ്വാഗതം ആശംസിക്കുന്നതിനായി UDFന്റെ കുട്ടനാട് നിയോജകമണ്ഡലം കൺവീനർ ഏറെ ബഹുമാന്യനായ ശ്രീ ജോസഫ് ചേക്കോടനെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ തീർച്ചയായിട്ടും 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോ ബഹുമാന്യനായ നമ്മുടെ അധ്യക്ഷൻ തങ്കച്ചൻ വാഴേച്ചിറ, ബഹുമാന്യനായ
ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, പ്രിയപ്പെട്ട പലവട്ടം നമുക്ക് ഇവിടെ എത്തുകയും പല സമ്മേളനങ്ങൾ MP നടത്തിയ പല സമരങ്ങളും ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏറെ സ്നേഹമുള്ള മോൻസ് ജോസഫ് MLA അവർകൾ, ബഹുമാന്യനും ഏറെ ആദരണീയനുമായ നമ്മുടെ പ്രിയപ്പെട്ട MP, ഞാൻ വാക്കുകളില്ലാതെ അങ്ങ് പറയുക, കാരണം ദീർഘമായി പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പ്രിയങ്കരനായ MP, നമ്മുടെ സ്ഥാനാർത്ഥി ഇപ്പോ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, വേദിയിലുള്ള വലിയ അനുഗ്രഹമായി എല്ലാ നേതാക്കന്മാർ, പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാർ, KPCC സെക്രട്ടറിമാരുണ്ട്, ഞാൻ അത്രയൊന്ന് പറയുക, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, അത്രയും ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്, UDF നേതാക്കന്മാർ ഉണ്ട്, UDF ചെയർമാൻമാർ, കൺവീനർമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് അല്ലെങ്കിൽ ജനാധിപത്യ വിഭാഗത്തിൽപ്പെട്ട മഹിളാ നേതാക്കന്മാരുണ്ട്, അടക്കം എല്ലാവർക്കും, യൂത്ത് കോൺഗ്രസ് അടക്കം, യുവജനങ്ങൾ അടക്കം എല്ലാവർക്കും, തൊഴിലാളികൾ അടക്കം, സഹോദരി സഹോദരന്മാരായ എല്ലാ പേർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാനും മുൻ മന്ത്രിയും കടുത്തുരുത്തി MLAയുമായ ഏറെ ബഹുമാനപ്പെട്ട മോൻസ് ജോസഫിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ തങ്കച്ചൻ വാഴച്ചിറ, സ്വാഗതം ആശംസിച്ച ശ്രീ ജോസഫ് ചേക്കോടൻ, സ്നേഹം നിറഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമുക്ക് വേണ്ടി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഏറ്റവും പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ വലിയ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, പ്രിയങ്കരനായ ശ്രീ മുൻ MLAയും UDFന്റെ സമുന്നത നേതാവുമായ ശ്രീ M മുരളി, പ്രിയപ്പെട്ട UDF നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ടോമി കല്ലാനി, അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് PS രഘുറാം, എല്ലാവരും നേതാക്കന്മാരായ MP കുര്യാക്കോസ്, എല്ലാവരും പ്രിയങ്കരായ നേതാക്കന്മാരായതുകൊണ്ട് സ്വാഗത പ്രസംഗകൻ തന്നെ അത് ക്രമീകരിച്ച് സഹായിച്ചതുകൊണ്ട് ഞാനും ആ ഒരു പാത പിന്തുടരുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ വിവിധ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തുന്ന, ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളും രാജ്യത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളുമെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറായി എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കന്മാർ തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ വിഷയങ്ങളെല്ലാം വിവിധ നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയുമല്ല, ഇനിയും നിരവധി നേതാക്കൾ ഇവിടെ പ്രസംഗിക്കുവാൻ, നേരത്തെ സന്നിഹിതരായവർ പ്രസംഗിക്കുവാൻ അവര് ഇവിടെ അവസരം കൊടുക്കുക എന്നുള്ളത് കൂടി ഞാൻ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ഘാടകനാണ് എന്നുള്ളത് കൊണ്ട് ഇതിനു മുമ്പ് നടന്ന യോഗത്തിന്റെ 2 മണിക്കൂറിനെ കുറിച്ച് മനസ്സിലാക്കാതെ ഞാനിപ്പോൾ ഒരു ഉദ്ഘാടന പ്രസംഗം നീട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും ഈ നേതാക്കളോടും ചെയ്യുന്ന അനീതിയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തി ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും ഒന്നിച്ച് കാണേണ്ടതായിട്ടുണ്ട്. എത്ര സമയം പ്രസംഗിക്കുന്നു എന്നതും, എത്ര സമയം ഈ യോഗം നടക്കുന്നു എന്നതും, എത്ര സമയം നമ്മൾ കേൾക്കുന്നു എന്നതുമല്ല,
മറിച്ച് ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യം ഇന്ന് ആശങ്കയോടെ നോക്കിക്കാണുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചു മുടിച്ച് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ സാഹചര്യങ്ങളെ തകർത്തെറിഞ്ഞ് ഭാരതം ആശങ്കയോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിനെ ഒരു നിമിഷം നേരത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ് രാജ്യസ്നേഹികളായ പൗരന്മാർ എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നിർവഹിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം എന്നത് ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് കേരളത്തിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. കുട്ടനാടിന്റെ ദുരന്തങ്ങൾ ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു. കേരളത്തിന്റെ ദുരന്തങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഈ സംസ്ഥാനത്ത് പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആകെ ഒരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വരാൻ ഇടതുപക്ഷ സർക്കാരിന്, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിന് അബദ്ധത്തിൽ ഒരു അവസരം കൊടുത്തു എന്ന തെറ്റ് അബദ്ധത്തിൽ സംഭവിച്ചു പോയി. അതിന്റെ ദുരന്തം ഇന്ന് കേരളമൊട്ടാകെയുള്ള ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഒരു നിമിഷം നേരത്തെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനെയും താഴെ ഇറക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്താൻ പോകുന്ന വിധിയെഴുത്ത്. ഒരു സുപ്രധാനമായ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കാനുള്ള പരിശ്രമത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആയിരിക്കുമ്പോൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പൊതുവായി ചെയ്ത കാര്യങ്ങളും കുട്ടനാടിന് വേണ്ടി പ്രത്യേകമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടവും അതിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. ഞാൻ തന്നെ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് സമരരംഗത്ത് വരാനും പ്രതികരിക്കുവാനും തരാനും സമയോചിതമായി പ്രതികരിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ശബ്ദമുയർത്തുമ്പോഴും പ്രതികരിക്കുമ്പോഴും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ പോലെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് രണ്ടു കൂട്ടർക്കും ഇന്ന് യാതൊരു കാഴ്ചപ്പാടുമില്ല. ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഭരണമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഈ ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുവാൻ നമുക്ക് ആദ്യം പ്രതികരിക്കാനുള്ള അവസരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഇപ്രാവശ്യം ഇതുവരെ നമ്മൾ കൊടുത്തതുപോലെയല്ല, ഇപ്രാവശ്യം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകുന്നത് കുട്ടനാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ആകാൻ കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് ഇരു കൂട്ടർക്കുമുള്ള മറുപടിയാണ്. നമ്മുടെ കുട്ടനാടിനെ ഇതുപോലെ വികസന രംഗത്ത് അവഗണിച്ച കേരളത്തിലെ ഒരു ഗവൺമെന്റിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ കുട്ടനാടിന്റെ MLA നിയമസഭയിൽ നടത്തുന്ന പിണറായി സ്തുതിയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റാൽ അവസാനിക്കുന്നിടം വരെ ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹം പറയുന്നത്. പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിണറായി 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 എന്നിങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിന്റെ കാര്യം പറയാൻ അദ്ദേഹത്തിന് ഒരിക്കലും സമയം കിട്ടാറില്ല. അദ്ദേഹത്തിന്റെ പിണറായി 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 പറഞ്ഞു വരുമ്പോൾ സ്പീക്കർ ബെല്ലടിക്കും. ആകെ 2 മിനിറ്റ് പുള്ളിക്കുള്ളൂ. ഉടൻ തന്നെ ബെല്ലടിക്കും. ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പരിപാടി നിർത്തി പോവുകയാണ്. സ്ഥിരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ അന്തം പെട്ടിരിക്കുകയാണ്. നിയമസഭാംഗങ്ങൾ മുഴുവൻ ഇതെന്ത് കുട്ടനാടിന്റെ ദുരന്തം നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചുറ്റുപാടുള്ള MLA-മാരല്ലേ, ബാക്കി എല്ലാവരും ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ ഇരുവിഭാഗത്തിലും പെട്ടവർ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്, എന്താണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ശരിക്കും എന്തോ പേടി തട്ടിയിട്ടുണ്ട്. പിണറായി വിജയനെ കാണുമ്പോൾ അദ്ദേഹം ഈ കോട്ടയത്ത് നമ്മുടെ MP-ക്ക് സംഭവിച്ച പോലെ അദ്ദേഹം എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അവിടെ പിണറായി വിജയൻ കയറി ഇടപെട്ടു, പ്രസംഗം നിർത്തുന്നു, ആകെ പ്രശ്നമാവും. അതെല്ലായിടത്തും തന്നെയാണ്. ഒരു സഹോദരി മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പോലും നോക്കാതെ ഈ പണിയൊന്നും ഇവിടെ വേണ്ടെന്ന് ആ പറഞ്ഞ പാവം പെണ്ണിനോട് മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അവസ്ഥ രഹസ്യമായി സംഭവിച്ചിട്ടുണ്ടോ
എന്ന് സംശയിക്കേണ്ടതായിരിക്കുകയാണ്. കാരണം അത് എണീറ്റാൽ ഉടൻ തന്നെ പറയുന്നത് പിണറായി സ്തുതിയാണ്. പിണറായി 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 പിണറായി. ഇത് പറഞ്ഞു തീരുമ്പോൾ സമയം തീരുന്നു, പ്രസംഗം തീരുന്നു, കുട്ടനാട്ടുകാരുടെ പ്രശ്നം മറന്നുപോകും. ഇതുപോലെ ഈ കേരളത്തിൽ LDF രണ്ടാമത് അധികാരത്തിൽ വന്ന അബദ്ധം പോലെ തന്നെയാണ് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ MLA തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയോജക മണ്ഡലത്തിന് ഏറ്റവും വലിയ അബദ്ധം പറ്റി ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലെ കൃഷിക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി ഞങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീ വിഷ്ണുനാഥ് MLA ആണ് നമുക്ക് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ നിയമസഭയിൽ നടത്തി. ബഹുമാനനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ, അപ്പർ കുട്ടനാട് മേഖലയുടെ പ്രശ്നങ്ങൾ പ്രത്യേകം കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് അടക്കം നിയമസഭയിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്താറുണ്ട്. ഞങ്ങളൊക്കെ നിരന്തരമായി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് 8 വർഷം പിന്നിടുമ്പോഴും കുട്ടനാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ നേതാക്കന്മാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും പ്രയോജനം കുട്ടനാടിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ തകർന്നടിഞ്ഞ റോഡുകൾ, സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ നിയോജക മണ്ഡലം മുഴുവൻ. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എനിക്ക് മുൻപ് സംസാരിച്ച JSSന്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി. ഇന്നും കുട്ടനാട്ടിൽ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി എങ്ങും എത്താത്ത നിലയിൽ തകർന്നു കിടക്കുകയാണ്. കുട്ടനാട്ടിൽ കുടിവെള്ളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ മേഖലകളിലും AC കനാലുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ കുട്ടനാടിന്റെ ഇന്നത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കുട്ടനാട് പാക്കേജ് അടക്കമുള്ള പദ്ധതികൾക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 8 വർഷം പിന്നിടുമ്പോൾ കുട്ടനാട് പ്രോസ്പെരിറ്റി കൗൺസിൽ ഒരു പ്രാവശ്യം പോലും യോഗം ചേരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരോട് ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം എന്താണ് എന്ന് വ്യക്തമാവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം നൽകിയ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമയത്ത് 6 മാസത്തിൽ ഒരിക്കൽ കുട്ടനാട് പ്രോസ്പെരിറ്റി കൗൺസിൽ സ്ഥിരമായി യോഗം ചേരുമായിരുന്നു. അങ്ങനെ യോഗം ചേരുന്നതിലൂടെ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യാൻ അവിടെ മുഖ്യമന്ത്രി തന്നെ അവസരമുണ്ടാക്കുമായിരുന്നു. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും MLA-മാർ എന്ന നിലയിൽ ഞങ്ങളൊരു 12 MLA-മാരെ ആ യോഗങ്ങളിൽ സ്ഥിരമായി വിളിക്കുമായിരുന്നു. മറ്റു ജനപ്രതികൾ, കർഷക പ്രതികൾ, കർഷക തൊഴിലാളി പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതികളൊക്കെ അതിൽ പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ 8 വർഷമായി ഇത് വലുതൂടെ ഉണ്ടോ? ഇതൊന്നുമല്ല, ഇതെല്ലാം നിർത്തലാക്കി. ഇപ്പോൾ അവരുടെ ഏകപക്ഷീയമായ ഭരണം നടക്കുകയാണ്. ആരോടെങ്കിലും ഇവർക്ക് ഉത്തരവാദിത്വമുണ്ടോ? നമ്മുടെ ജനകേരള നവകേരള സദസ്സുകൾ വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് പങ്കെടുത്ത ശേഷം കെട്ടുകണക്കിന് നിവേദനം മേടിച്ച് ഒറ്റയെണ്ണം പോലും പരിശോധിക്കാതെ അത് മുഴുവൻ വലിയ ചാക്കുകെട്ടിനകത്താക്കി ഏതൊക്കെയോ കളക്ടറേറ്റുകളിൽ കൊണ്ട് തള്ളിയതുപോലെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടനാട്ടിലെ നിങ്ങളെല്ലാം കൊടുക്കുന്ന നിവേദനങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്യാനോ അത് പരിശോധിക്കാനോ അവസരമുണ്ടോ? ഇതുപോലൊരു ദുരവസ്ഥ കുട്ടനാടിന്റെ വികസന രംഗത്ത് അവഗണിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 8 വർഷമായി ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുട്ടനാടിനെ അവഗണിച്ചു പോവുകയാണ്. ശ്രീ തോമസ് ഐസക് 1ാം പിണറായി ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചു കുട്ടനാടിന് വേണ്ടി 10,000 കോടിയുടെ പദ്ധതി. എത്രയും വലിയ പാക്കേജുകളാണ്. പിന്നീട് 12,000 കോടിയുടെ പദ്ധതി. ഒറ്റ പൈസ എവിടെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ 2ാം പിണറായി ഗവൺമെന്റിൽ ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ബഡ്ജറ്റിൽ കുട്ടനാടിന്റെ ഇന്നത്തെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പരിഹാര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. കുട്ടനാടിനെ പരിപൂർണമായും അവഗണിക്കുകയാണ്. ഇതുപോലെ കുട്ടനാടിനെ അവഗണിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എന്തിനാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടെ വരികയാണ്. നമ്മുടെ ഉത്തരം വ്യക്തമാണ്. ഇതുപോലെ കുട്ടനാടിനോട് അവഗണന കാണിച്ച ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് കേരളത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല, കുട്ടനാട്ടിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. 2 കുട്ടനാടിന്റേതായ മറ്റു പ്രശ്നങ്ങൾ. നെല്ലിന്റെ കാര്യം ഇവിടെ ജേക്കബ് ഇബ്രാഹിം പറഞ്ഞു, ചാക്കോച്ചൻ സൂചിപ്പിച്ചു. നെൽകർഷകരുടെ കാര്യത്തിൽ നെല്ല് സംഭരണം പരിപൂർണമായും പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഭാഗത്ത്. 2 സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാൻ ഇപ്പോഴും ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല.
ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഓണത്തിന് മുമ്പ് കൊടുത്തു തീർത്തില്ല. ഓണം കഴിഞ്ഞ് ക്രിസ്മസ് വന്നു, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കൊടുത്തു തീർക്കണം, പാവപ്പെട്ട കൃഷിക്കാരനെ കഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ രണ്ട് ഈസ്റ്റർ റംസാൻ വരാൻ പോവുകയാണ്, ഇപ്പോഴും കൊടുത്തു തീർക്കുന്നില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നെൽ കർഷകനെ പരിപൂർണമായും വഞ്ചിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ നെൽ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ പോലും പരിഹാരം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ നേതാക്കന്മാരെല്ലാം ഉള്ളതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. നെൽ കർഷകരുടെ ആത്മഹത്യയാണ് ഇന്ന് കുട്ടനാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഭയാനകമാണ്, എത്ര ആശങ്കാജനകമാണ് സാഹചര്യങ്ങൾ. ഈ പാവപ്പെട്ട കൃഷിക്കാരന്റെ ആത്മഹത്യ കണ്ടിട്ടും കണ്ണു തുറക്കാതെ ഇടതുപക്ഷ മന്ത്രിസഭ ഇരിക്കുകയാണ്. എന്നിട്ട് വോട്ട് ചോദിക്കാൻ കുട്ടനാട്ടിലേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ, മുന്നണികളുടെ നിലപാടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം കുട്ടനാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ രംഗത്തും ഭരണ തകർച്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ കടന്നു വന്നാലും ഇത് തന്നെ കാണാൻ കഴിയും. ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, എത്രയോ പദ്ധതികളാണ് ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവന്നത്, ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ തകർത്തിരിക്കുന്നത്. പാവപ്പെട്ട കൃഷിക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ച എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കി. ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയുന്നില്ല. പെൻഷൻ ആനുകൂല്യങ്ങൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുന്നു. KSRTC-യിൽ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പാവങ്ങൾക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത്, ഒരു നേരത്തെ ആഹാരത്തിനും മരുന്ന് വാങ്ങിക്കാനും ഒക്കെ വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. മുഴുവൻ ആനുകൂല്യങ്ങളും സ്തംഭനാവസ്ഥയിലേക്ക്, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വീർപ്പ് മുട്ടിയ ഭരണചക്രമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ആനുകൂല്യങ്ങൾ മുഴുവൻ നിർത്തലാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരം എത്രയാണ്? കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ മാത്രം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കേരളത്തിൽ അടിച്ചേൽപ്പിച്ചത് 5000 കോടി രൂപയുടെ ബാധ്യതയാണ്. എങ്ങനെ കുട്ടനാട്ടിലെ മനുഷ്യൻ കൊടുക്കും? ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ എങ്ങനെ കൊടുക്കും? ഇവിടെ പാവപ്പെട്ട മനുഷ്യന് അവരുടെ കുടുംബ ബഡ്ജറ്റുകൾ തകർന്നു നിൽക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് അവർ പൊറുതിമുട്ടുകയാണ്. സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. നമ്മുടെ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇതുപോലെയുള്ള സബ്സിഡികൾ കൊടുക്കുന്നത്. സബ്സിഡി ആനുകൂല്യങ്ങൾ മുഴുവൻ നിർത്തലാക്കിയെന്ന് മാത്രമല്ല, കേരളത്തിൽ LDF ചെയ്തത് എന്താണ്? ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് കൂട്ടാവുന്ന മുഴുവൻ നികുതി നിർദ്ദേശങ്ങളും ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. വെള്ളക്കരം കൂട്ടി, വൈദ്യുതി കരം കൂട്ടി, നമ്മുടെ ഇവിടെ വീട്ടുകരം കൂട്ടി, ബസ് ചാർജ് കൂട്ടി, ഇനി കൂട്ടാനൊന്നുമില്ല. അതുപോലെ മുഴുവൻ ബസ് ചാർജുകളും വർദ്ധിപ്പിച്ചു. സാധാരണക്കാരായ മനുഷ്യർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട സമയത്താണ് ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള അധിക നികുതി ഭാരവും അധികമായ വർധനവും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിങ്ങൾ തമിഴ്നാട് പരിശോധിക്കണം. ശ്രീ സ്റ്റാലിൻ ഗവൺമെന്റ് 5000 രൂപ വെച്ച് ഒരു മാസം പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊടുക്കുകയാണ്. കർണാടകത്തിൽ പുതിയതായി വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഒറ്റ മാസം കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് എല്ലാ മാസവും വീടുകളിൽ 6000 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഇന്ത്യയൊട്ടാകെ ഭാരത് ജോഡോ യാത്ര നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും അതെടുത്തു പറയുകയുണ്ടായി. ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തോ സംസ്ഥാനങ്ങളിലോ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി ഒരു മാസം 6000 രൂപ വെച്ച് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പദ്ധതി, ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്ന് പറയാൻ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യാശയുടെ കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രസക്തമാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ വീടുകളിൽ ജനങ്ങളുടെ മുമ്പിൽ പറയണം. ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടോ? മുദ്രാവാക്യങ്ങളിലൂടെ മാത്രമാണ് അവരുടെ സഹായങ്ങൾ. അവരാരെയാണ് സഹായിച്ചത്? രാജ്യത്തെ കോടീശ്വരന്മാരായ ആളുകൾ, നമ്മുടെ രാജ്യത്തെ കോടീശ്വരന്മാരായ ആളുകളുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും ഇന്ന് പൂർണ്ണമായും സുരക്ഷിതമാക്കി കൊടുത്തു. കോടിക്കണക്കിന് രൂപയുടെ ഇളവാണ് കോടീശ്വരന്മാർ കൊടുത്തത്.
എന്നാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇപ്പോൾ മാർച്ച് മാസത്തിന്റെ മാർച്ച് 31 വരെ നെട്ടോട്ടം ആളുകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജപ്തി നടപടിയുമായി. ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടു, നമ്മുടെ സംസ്ഥാനത്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. സർഫാസി ആക്ട് പ്രകാരം നമ്മുടെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത മുഴുവൻ പേരെയും ജപ്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാൾക്ക് പോലും കോടതിയിൽ നിന്ന് പോലും സ്റ്റേ കിട്ടുന്നില്ല. കേരളത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഒരു വർഷത്തേക്ക് ഇന്നത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ, സാമ്പത്തിക ബാധ്യതയുടെ പശ്ചാത്തലത്തിൽ കാർഷിക കടങ്ങൾക്കും മറ്റു വായ്പകൾക്കും ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവടക്കം പ്രതിപക്ഷ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. ഈ ഗവൺമെന്റ് പരിഗണിച്ചോ? കേരളത്തിലെ LDF ഗവൺമെന്റും പരിഗണിച്ചില്ല, കേന്ദ്ര ഗവൺമെന്റും പരിഗണിച്ചില്ല. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ഗവൺമെന്റുകളും ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് എത്ര പ്രാവശ്യമാണ് നടപ്പാക്കിയത്? പാചകവാതകത്തിന്റെ വിലവർദ്ധനവ് എത്ര പ്രാവശ്യമാണ് നടപ്പാക്കിയത്? കേന്ദ്ര ഗവൺമെന്റ് ഇതെല്ലാം ചെയ്യുമ്പോൾ അവസാനം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഏതാണ്ട് ദാനം, ഈ കാരുണ്യത്തിന്റെ ദാനം കൊടുക്കുന്നത് പോലെ 100 രൂപ കുറച്ചിരിക്കുന്നു, ഒരു പ്രാവശ്യം കുറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. നിങ്ങൾ വിലയിരുത്തണം, ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് ചർച്ച ചെയ്യണം. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് 10 പ്രാവശ്യം കൂട്ടിയതിനു ശേഷം ഒരു പ്രാവശ്യം ഇളവ് അനുവദിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാൽ എടുക്കാനാവാത്ത ബാധ്യതയാണ് ജനങ്ങളുടെ മേൽ ഇവർ അടിച്ചേൽപ്പിച്ചത്. അതിനുശേഷം ഒരു കബളിപ്പിക്കൽ ആനുകൂല്യം. പാചകവാതകത്തിന്റെ വിലയും ഇതുപോലെ തന്നെ നിരന്തരമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ദ്രോഹം എത്ര വലുതാണ്! കേന്ദ്ര ഗവൺമെന്റ് ദ്രോഹിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കണ്ടേ? ഇവിടെ കേരളത്തിലെ LDF ഗവൺമെന്റ് ചെയ്തത് എന്താണ്? ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ വോട്ട് ചോദിക്കാൻ വീണ്ടും വരികയാണല്ലോ. ഇടതുപക്ഷ മുന്നണി പറയണം, കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് നടപ്പാക്കിയപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിന്റെ ആനുകൂല്യം വേണ്ടെന്ന് വെക്കാൻ തയ്യാറായോ? ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, നിങ്ങൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ ആനുകൂല്യം വേണ്ടെന്ന് വെക്കണം. കേരളത്തിൽ അത്രയുമെങ്കിലും ആശ്വാസമാകട്ടെ. ഇക്കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മാതൃക കാണിച്ചിട്ടുണ്ട്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ നേതൃത്വം നൽകിയ UDF ഗവൺമെന്റ് സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് പെട്രോൾ കേന്ദ്രം കൊണ്ടുവരുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ ദുരന്തമുണ്ടാകാതിരിക്കാൻ വേണ്ടി 5 വർഷത്തെ ഭരണത്തിനിടയിൽ 500 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് നഷ്ടം സഹിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ച് പാവപ്പെട്ട കേരള ജനതയെ സഹായിച്ചത്. 500 കോടി രൂപ നമ്മൾ ഉപേക്ഷിച്ചു. കേന്ദ്രത്തിന്റെ ഈ ജനദ്രോഹ ഭരണത്തിലൂടെ വിലവർദ്ധനവിലൂടെ കിട്ടുന്ന നക്കാപ്പിച്ച കേരള സർക്കാർ വാങ്ങിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ജനപക്ഷ ഗവൺമെന്റാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ പിണറായി ഗവൺമെന്റ് എന്താണ് ചെയ്തത്? പിണറായി ഗവൺമെന്റ് 700 കോടി രൂപയാണ് ഇതിന്റെ പേരിൽ നമ്മുടെ പോക്കറ്റ് അടിച്ചത്. ഇവർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി എന്ത് പറഞ്ഞാലും ഇടതുപക്ഷം എപ്പോഴും പറയുന്നു കേന്ദ്രത്തിനെതിരെ സമരം. കേന്ദ്രം ചെയ്യുന്ന തെറ്റായ നടപടിക്കെതിരായി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദമുയർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി കേന്ദ്രത്തിന്റെ നിലപാടിനെതിരായി ശക്തമായി സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് നീതി കാണിക്കണ്ടേ? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി 700 കോടി രൂപ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ പേരിൽ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചതിന് ശേഷം ഇവർ കേന്ദ്രവിരുദ്ധ സമരം പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ പറയാൻ ഐക്യജനാധിപത്യ മുന്നണി കഴിയണം. ഇത്തരത്തിലുള്ള കള്ളപ്രചാര വേലകളിലൂടെ ജനങ്ങളെ പറ്റിക്കുന്ന രണ്ട് മുന്നണികൾ, ആ രണ്ട് മുന്നണികളും ജനദ്രോഹ ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് കൂട്ടരെയും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പാക്കി ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയം നൽകുന്ന തെരഞ്ഞെടുപ്പാക്കി കേരളത്തെ രക്ഷിക്കാൻ, കേരള ജനതയ്ക്ക് മോചനം കൊടുക്കാൻ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ അവസരമാക്കി മാറ്റണം. അതിന് കുട്ടനാട് നിയോജക മണ്ഡലം ഏറ്റവും ശക്തമായി പ്രതികരിക്കണം. നിങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഇത്രയും ആത്മാർത്ഥതയോടെ ഇത്രയും ഭംഗിയായി കൺവെൻഷൻ വിജയിപ്പിക്കാൻ കടന്നു വന്ന എല്ലാവരെയും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. മറ്റു നേതാക്കന്മാർ കൂടി പ്രസംഗിക്കാനുള്ളത് കൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങളുടെ വലിയ പരിശ്രമത്തോട് ചേർന്ന് നിന്നുകൊണ്ട്
കുട്ടനാടിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് നൽകിക്കൊണ്ട് മാവേലിക്കരയുടെ MP ആയി വീണ്ടും വിജയിച്ചു വരാൻ പ്രിയങ്കരനായ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുവാൻ, ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ, രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ അവർക്ക് താങ്ങും തണലുമാകുവാൻ, ഇടതുപക്ഷ കരാളഹസ്തങ്ങളിൽ നിന്ന് കേരളത്തിന്റെ ഭരണത്തെ മോചിപ്പിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതീകമായി കേരളമൊട്ടാകെ നാളുകളിൽ വിജയക്കൊടി പാറിക്കുന്ന ഭരണത്തിലേക്ക് UDF-നെ കൊണ്ടുവരാൻ പ്രിയങ്കരനായ കൊടിക്കുന്നിൽ സുരേഷിനെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയി വീണ്ടും അനുഗ്രഹിക്കുന്നതിന് ഒറ്റക്കെട്ടായി നമുക്ക് പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP-യെ ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ, ഈ കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, മുൻ മന്ത്രി കൂടിയായ ശ്രീ മോൻസ് ജോസഫ് MLA, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ഏറെ ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. കുട്ടനാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ കൺവെൻഷനിൽ ഒത്തുകൂടുമ്പോൾ ഏപ്രിൽ മാസം 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യമുള്ള വിജയം സുനിശ്ചിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ അവിടെ നടക്കും. രാവിലെ കുന്നത്തൂരിൽ നടന്ന കൺവെൻഷനും ആയിരക്കണക്കിന് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനാണ്. ഒരുപക്ഷേ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും പങ്കാളിത്തം കൊണ്ട് നമ്മുടെ കൺവെൻഷനുകൾ ഇന്ന് തുടക്കം കുറിച്ചപ്പോൾ അത് അത്യുജ്വലവും ആവേശഭരിതവുമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്ന ഒരുപാട് പ്രതികൂലമായ സാഹചര്യം, കാലാവസ്ഥ ഉൾപ്പെടെയുള്ള എല്ലാം പ്രശ്നങ്ങൾ, കൊയ്ത്തുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഐക്യജനാധിപത്യമുള്ള ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന എന്റെ ബഹുമാന്യരായ ഐക്യജനാധിപത്യ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുക. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരോട് സംസാരിച്ചു കഴിഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ കൊടിക്കൂറ പാറിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ 4ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാവേലിക്കരയിൽ നിന്ന് UDF-ന്റെ വിജയക്കൊടി പാട്ടാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും പരാജയം മുന്നിൽ കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്കെതിരായി എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം അപവാദ പ്രചരണങ്ങളാണ് നടത്തിയത്. പക്ഷേ ഒന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിലെ കൃഷിക്കാരോടും കുട്ടനാടൻ ജനതയോടും വോട്ട് ചോദിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇടതുപക്ഷ മുന്നണിക്കും BJP-ക്കും ഉള്ളതെന്ന് അവർ വ്യക്തമാക്കണം. കേന്ദ്രം ഭരിക്കുന്ന BJP, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ 2 ഭരണകൂടങ്ങൾ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും കൃഷിക്കാരോട്, ചെറുപ്പക്കാരോട്, ന്യൂനപക്ഷങ്ങളോട്, അതോടൊപ്പം തന്നെ സാധാരണക്കാരോട്
കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടി. രാവിലെ ഞങ്ങൾ കുറെ കടകളൊക്കെ സന്ദർശിച്ചു. ഇന്ന് മാത്രമല്ല, നമ്മളെല്ലാ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പെൻഷൻ വാങ്ങിക്കാൻ വരുന്ന അമ്മമാർ, പെൻഷൻ കിട്ടാത്ത അമ്മമാർ, പ്രായം ചെന്നവർ, ബാങ്കുകൾക്ക് മുന്നിൽ പാസ്ബുക്കുമായി വന്നിട്ട് കിട്ടാതെ തിരിച്ചു പോകുന്നവർ, അവരൊക്കെ പൂരത്തെറി പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ തെറി ഇപ്പൊ നമുക്കും കൂടെ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഈ പാവങ്ങൾക്ക് അറിയില്ല ഇത് ആരാണ് ഇത് കൊടുക്കാത്തത്. പിന്നീട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്കറിയാം ഇവിടുത്തെ പെൻഷൻകാർ പോലും 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക, ഇന്നലെ മന്ത്രി പറഞ്ഞ 3 മാസത്തെ കുടിശ്ശിക ഇങ്ങോട്ട് കൊടുക്കുമെന്ന്. ആ കുടിശ്ശിക വാങ്ങിയത് 1 മാസം മാത്രമേ ഉള്ളൂ, 2 മാസം ഇല്ല. 3 മാസത്തെ കുടിശ്ശിക കൊടുക്കുമെന്ന് പറഞ്ഞവർ പബ്ലിസിറ്റിക്ക് വേണ്ടി 3 മാസം എന്ന് പറഞ്ഞുവെങ്കിൽ ഇപ്പൊ 1 മാസത്തെ പെൻഷനാണ് ഭാഗികമായി വന്നിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നാലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി. കുട്ടനാട്ടിലെ സംബന്ധിച്ചിടത്തോളം, കാർഷിക മേഖല നെൽകൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രക്ഷോഭത്തിലാണ് ഇവിടുത്തെ കൃഷിക്കാർ. തങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ വില കിട്ടുവാൻ ലാത്തി ചാർജിന് വരെ വിധേയമാകേണ്ടി വന്ന ഒരു ജനത, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കൃഷിക്കാർ, അങ്ങനെയുള്ള ഒരു നിയോജകമണ്ഡലത്തിലാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് കർഷകർക്ക് കൊടുക്കുവാനുള്ള നെല്ലിന്റെ വില കൊടുക്കാത്തത്? കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPI ആണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPI ആണ്. മാത്രമല്ല, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പൊ 3 പേര്, കൃഷി വകുപ്പ് മന്ത്രി, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, ഇവർ 3 പേരും പ്രതിക്കൂട്ടിലാണ് കുട്ടനാട്ടിൽ. കഴിഞ്ഞ 10 വർഷമായി 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരിലും കൃഷി വകുപ്പ് ഭരിക്കുന്നത് CPI വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്നത് CPI വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അയാൾ ചില്ലറക്കാരനൊന്നുമല്ല, 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അതുകൊണ്ടാണ് ഷർട്ടുകൾ പല പല കളറില് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാ, നമ്മളാകെ വെള്ള ഷർട്ടാണ് നമ്മള്. പക്ഷേ നമുക്കെതിരെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഷർട്ട് എത്ര കളറിലാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയ ബോർഡുകളിൽ. ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പ്രതികൂടി. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാർഷിക മേഖല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കുട്ടനാട്ടിലെ കാർഷിക മേഖല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? ആത്മഹത്യ ഉണ്ടായിട്ടുണ്ടോ? നെല്ലിന്റെ വില കിട്ടാൻ സിവിൽ സ്കോർ ഉണ്ടായിട്ടുണ്ടോ? നെല്ലിന്റെ വില കിട്ടാൻ ഇതുപോലെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ടോ? K കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ ഒരു സ്ഥിതി നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നായനാരുടെയും അച്യുതാനന്ദന്റെയും കാലത്ത് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. പ്രശ്നം എപ്പോഴായിരുന്നു? പ്രശ്നം പിണറായി വിജയൻ ഗവൺമെന്റ്, പിണറായിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഈ കടുത്ത വേനൽക്കാലത്ത് കിഴിവ് ചോദിക്കുന്ന 2 കിലോ 3 കിലോ 5 കിലോ 7 കിലോ വരെ കിഴിവ് ചോദിക്കുന്ന, ഈർപ്പത്തിന്റെ പേരിൽ പണ്ട് അത് നനവിന്റെ പേരിൽ ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് ചോദിച്ച് കർഷകരെ, നെൽകർഷകരെ കൊള്ളയടിച്ച മില്ലുടമകളും അവരുടെ ഏജന്റുമാരും ഈ കടുത്ത വേനൽക്കാലത്തും കിഴിവ് വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ നിയന്ത്രിക്കാൻ, അത് അവസാനിപ്പിക്കാൻ എന്തേ അവർക്ക് കഴിയുന്നില്ല? ഈ
വകുപ്പ് മന്ത്രിമാർക്ക് കഴിഞ്ഞോ? ഇന്നും കുട്ടനാട്ടിലും കൊയ്ത്തിന് കഴിഞ്ഞ് നെല്ല് സംഭരിക്കുന്ന നെല്ല് എടുക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും കിഴിവ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ? പാഡി ഓഫീസറിൽ ചെന്ന് പറയുന്നത് കൊടുക്കാൻ, കിഴിവ് കൊടുക്കാൻ. കുറിച്ചി മേഖലയിൽ ഞാൻ അടുത്ത കാലത്ത് പോയി. കുറിച്ചി പഞ്ചായത്തിന്റെ ചില പാടശേഖരങ്ങളിൽ 7 കിലോ വരെ കിഴിവ് ചോദിച്ചു. കോട്ടയം പാഡി ഓഫീസർ വന്നിരുന്നാ പറഞ്ഞത് 7 കിലോ കൊടുക്കാൻ. അവസാനം പാഡി ഓഫീസർ ഞാനുമായിട്ട് വഴക്കായി, തർക്കമായി, ഉടക്കായി. അവസാനം കിഴിവ് 7-ന്ന് 2 കുറച്ചു. ഇവിടെ നട്ടലുള്ള ഒരു കൃഷിമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ, നട്ടലുള്ള ഒരു സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ഉണക്കുകാലത്ത്, ഈ കഠിനമായ വെയിലിന്റെ ഈ സമയത്ത് കൃഷിക്കാരിൽ കിഴിവ് വാങ്ങിക്കുമോ? പാഡി ഓഫീസർമാർ കൂട്ടല്ലേ? അപ്പോൾ മില്ലുടമകൾക്ക് എങ്ങനെ കർഷകരെ കൊള്ളയടിക്കാം, അതിന് കൂട്ടുനിൽക്കുന്ന കൃഷി വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്. വേനൽ മഴ ഉണ്ടായപ്പോൾ 1000കണക്കിന് ഏക്കർ കൃഷി നശിച്ചു. നഷ്ടപരിഹാരം തന്നോ? 100 കണക്കിന് പാടശേഖരങ്ങൾ മടവീഴ്ചയുണ്ടായി. മടകുത്തിയതിന് കർഷകർക്ക് അതിന്റെ നഷ്ടപരിഹാരം കിട്ടിയോ? പമ്പിംഗ് സബ്സിഡി എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടേണ്ടത്, തന്നോ? കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിച്ചോ? ഇല്ലല്ലോ. ഒരു ജാഥ നടത്തി. എന്താണ് ജാഥ? സിബിൽ സ്കോർ ആണ് കർഷകർക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. സിബിൽ സ്കോർ കേന്ദ്രത്തിൻ്റെതാണ്. സിബിൽ സ്കോർ ഉണ്ടാകുന്നത് എങ്ങനെയാ? കൃഷിക്കാരനെ സർക്കാർ തന്നെ, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, 3 ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി കൃഷിക്കാരനെ കടക്കാരനാക്കി. ബാങ്കിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില സർക്കാർ തന്നെ കടമായി കൃഷിക്കാരന് കൊടുത്തിട്ട് അവന്റെ പേരിൽ വായ്പ എടുത്താക്കുകയാണ്. എന്നിട്ട് ഈ വായ്പാ തുക ബാങ്കിൽ നിന്ന് കൃഷിക്കാരനെ കടമായി കൊടുത്ത വായ്പ തുക കൃത്യമായി തിരിച്ചടയ്ക്കാത്ത ആരടയ്ക്കേണ്ടത്? സർക്കാർ അടയ്ക്കേണ്ടത്. അത് അടയ്ക്കാത്തപ്പോഴാണ് സിവിൽ സ്കോർ ഉണ്ടാവുന്നത്. എന്നിട്ട് ഇവിടെ ജാഥ നടത്തുകയാണ്. സിവിൽ സ്കോറാണ് ഇവിടെ ജാഥ നടത്തി. കുട്ടനാട്ടിലെ കൃഷിക്കാരെ പറ്റിക്കാനും കബളിപ്പിക്കാനും വേണ്ടി ഇവിടെ മത്സരിക്കുന്ന പാർട്ടി ഇവിടെ ജാഥ നടത്തി. സിവിൽ സ്കോർ, സിവിൽ സ്കോർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വായ്പ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുന്നതാണ് സിവിൽ സ്കോർ. ആ വായ്പ എടുത്തതെന്ന് ആരാ? സർക്കാരാ. എന്തിനാ നമുക്ക് വായ്പ വന്നത്? നമ്മുടെ നെല്ല് സംഭരിച്ചതിന്റെ വിലയാണ് തന്നത്. അതിന് നമ്മളെ കടക്കാരനാക്കിയിട്ടാണ് ഈ പൈസ തന്നത്, അല്ലേ? എന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള നുണപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കെതിരായ അപവാദ പ്രചരണങ്ങൾ. പക്ഷേ കുട്ടനാട്ടിലെ ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തിൽ നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നന്നായി അറിയാവുന്നവരാണ് കുട്ടനാട്ടിലെ ജനങ്ങളെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും പങ്കെടുക്കുന്ന, ഈ നാടിന്റെ ആവശ്യങ്ങളിൽ മുന്നിൽ നിന്ന് പോരാട്ടം നടത്തുന്ന, പാർലമെന്റിനകത്തും പുറത്തും കുട്ടനാടിന്റെ ശബ്ദം ഈ 5 വർഷക്കാലത്തിനിടയിൽ 60 പ്രാവശ്യമാണ് ലോക്സഭയിൽ കുട്ടനാടിന് വേണ്ടി പ്രസംഗിച്ചത് എന്ന് ഇതാ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. 5 വർഷക്കാലത്തിനിടയിൽ 60 പ്രാവശ്യമാണ് ലോക്സഭയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. പഞ്ചായത്ത് ഭരണസമിതിയിൽ പറഞ്ഞാലും അസംബ്ലി എംഎൽഎ കൊണ്ടിരിക്കുന്നത് MLA-മാരായത്. ഇവരൊരു നോട്ടീസ് എഴുതി കൊടുത്ത ഉടനെ ഇവർക്ക് പറയാൻ അവസരം കിട്ടും, മറുപടി അപ്പൊ കിട്ടും. ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഓരോ ദിവസവും പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ പാർലമെന്റിൽ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളും സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളും ഉന്നയിക്കണമെങ്കിൽ നേരത്തെ നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് അനുസരിച്ച് 543 MP-മാരും എഴുതിയിടും അവരുടെ മണ്ഡലത്തിലെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ. 543 MP-മാർക്ക് സമയം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നറുക്കെടുപ്പാണ്.
20 പേർക്ക് മാത്രമേ ഒരു ദിവസം 20 MP-മാർക്ക് മാത്രമേ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടൂ. അപ്പൊ ഈ 543 നറുക്ക് ലോട്ടാണ്. നിങ്ങൾക്ക് ലോട്ടാണോ? അല്ല. 143 പേർക്ക് 140 MLA-മാരുള്ള അസംബ്ലി ലോട്ടില്ല. പഞ്ചായത്ത് മെമ്പർമാർക്ക് ലോട്ടില്ല. ഞങ്ങൾക്ക് ലോട്ടാണ്, നറുക്കെടുപ്പാണ്. ഒരു വിഷയം കുട്ടനാട്ടിലായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലായിരുന്നാലും സംസ്ഥാനത്തിന്റെ ആയിരുന്നാലും ഒരു വിഷയം നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസം പിറ്റേ ദിവസം രാവിലെ നോട്ടീസ് കൊടുക്കണം. എന്നിട്ട് അത് ലോട്ടിടാൻ വേണ്ടി ഒരു സംവിധാനം തന്നെ അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു MP-യുടെ സാന്നിധ്യത്തിലായിരിക്കും നറുക്കെടുപ്പ്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ കിട്ടിയാലേ ചോദ്യം വരത്തുള്ളൂ, നറുക്കെടുപ്പിലോ കിട്ടിയാലേ സബ്മിഷൻ വരത്തുള്ളൂ. ആലോചിച്ച് നോക്കൂ, എത്ര ദിവസം എഴുതിയിട്ടാൽ ഒരെണ്ണം ലോട്ടിൽ വരും. ഞാൻ പറയുന്നു, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും 60 പ്രാവശ്യമാണ് കുട്ടനാടിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സങ്കീർണങ്ങളായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമോ? നമ്മുടെ രാജ്യം ഈ ഒരു അവസ്ഥയിൽ തുടരണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിൽ ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഉണ്ടാകണം. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരണം. 2 യാത്രകളിലൂടെ കന്യാകുമാരി നിന്ന് കാശ്മീരിലേക്ക് 4600 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നടന്നു പോയ രാഹുൽ ഗാന്ധി അദ്ദേഹം വെറുതെ നടന്നു പോയതല്ല. നടന്നു പോകുന്ന 4600 കിലോമീറ്റർ അപ്പോൾ നടക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾ സംസാരിക്കുകയായിരുന്നു. കൃഷിക്കാര്, വനിതകള്, വികലാംഗര്, ചെറുപ്പക്കാര്, തൊഴിലുറപ്പുകാര്, അധ്യാപകര്, ഇവരെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി പോവുകയാണ് ചെയ്തത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. അല്ലാതെ അദ്ദേഹം ചുമ്മാ നടന്നു പോയില്ല. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ അദ്ദേഹം നടന്നു പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം നടന്ന വിവിധ മേഖലകളിലുള്ള ആളുകൾ, അതുപോലെ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ഇപ്പോൾ നടത്തിയ യാത്ര, ഈ 2 യാത്രകളിലൂടെ ഇന്ത്യൻ ജനതയുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. ഇതാ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്താണ് പറഞ്ഞത്? ഇന്ന് പുറത്തിറങ്ങിയ കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒന്നാം മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റ് 27,000 കോടി രൂപ 72,000 കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയതുപോലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ഗവൺമെന്റ് വന്നാൽ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരുടെ മുഴുവൻ കടബാധ്യതകളും എഴുതി തള്ളുമെന്ന് ഇതാ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി നരേന്ദ്രമോദി ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് എന്ത് സഹായമാണ് ചെയ്തത്? ഇപ്പോഴും കർഷകർ സമരത്തിലല്ലേ? ഡൽഹിയുടെ അതിർത്തിയിൽ ഇപ്പോഴും കർഷകര് സമരത്തിലാണ്. എത്ര ആയിരം കർഷകരാണ് മരിച്ചത്? 72,000 കോടി രൂപ ഒന്നാം UPA ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയെങ്കിൽ നമ്മളിതാ കർഷകരുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളിതാ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു, മുഴുവൻ കർഷകരുടെയും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. കുട്ടനാട്ടുകാര് ശരിക്കും അത് വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൃഷിക്കാരുടെ മുന്നിൽ എത്തിക്കണം. വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 7 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാം UPA ഗവൺമെന്റ് കാർഷിക കടങ്ങൾ എഴുതി തള്ളിയതുപോലെ വീണ്ടും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ജപ്തി നടപടികൾ നേരിടുന്ന
കർഷകന്റെ കടക്കണി ആയ കർഷകൻ ജപ്തി നടപടികൾ നേരിടുന്ന പണം വായ്പ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കൃഷിക്കാരനെ സംരക്ഷിക്കും. അവന്റെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗെ പുറത്തിറക്കിയിരിക്കുന്ന കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന നരേന്ദ്രമോദി ഈ രാജ്യത്ത് അദാനിക്കും അംബാനിക്കും അതുപോലെയുള്ള സമ്പന്നന്മാർക്കും കോർപ്പറേറ്റുകൾക്കും നമ്മുടെ കാർഷിക മേഖലയെ തീരെഴുതി കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ കൃഷിക്കാരന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ഇതാ കോൺഗ്രസ് പ്രകടന പത്രിക കമ്മിറ്റിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുവെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഉറപ്പാ വേണ്ടത്? നിങ്ങൾക്കറിയാം, കർണാടകത്തിൽ 5 കാര്യങ്ങളാണ് അവിടുത്തെ വോട്ടർമാരോട് പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്ര, അതുപോലെ തന്നെ അരി 10 കിലോ അരി സൗജന്യം, അങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞു. അധികാരം ഏറ്റെടുത്തിന്റെ പിറ്റേ ആഴ്ച മുതൽ കർണാടകത്തിലെ സിദ്ധരാമയ്യ ഗവൺമെന്റ് 5 കാര്യങ്ങൾ നടപ്പാക്കി എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. തെലങ്കാനയിൽ നമ്മൾ അധികാരത്തിൽ വന്ന തെലങ്കാനയിൽ 7 സൗജന്യങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. തെലങ്കാന നമ്മൾ അധികാരത്തിൽ വന്നു, ആ 7 സൗജന്യങ്ങളോട് നടപ്പാക്കി കഴിഞ്ഞു. പറഞ്ഞ നരേന്ദ്രമോദി പറഞ്ഞത്, BJP പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ നിന്നാൽ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിൽ 5 ലക്ഷം 15 ലക്ഷം വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന സമ്പന്നന്മാരുടെ പണം എടുത്തുകൊണ്ട് വന്ന് ഇവിടത്തെ എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ ഞങ്ങൾ തരും എന്ന് പറഞ്ഞല്ലേ മോദി വോട്ട് പിടിച്ചത്? തന്നോ? കിട്ടിയോ? നമുക്ക് ആർക്കെങ്കിലും? ഉള്ളത് കൂടെ അടിച്ചോണ്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. കർണാടകത്തിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു. ദേശീയ തലത്തിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊഴിൽ ദിനങ്ങൾ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകടന പത്രിക. അതിന്റെ പൂർണ്ണ രൂപം വരുന്നേ ഉള്ളൂ. ചില ഹൈലൈറ്റ്സ് മാത്രമാണ് വന്നത്. 400 രൂപ അല്ലെ? 400 രൂപയാക്കും. അപ്പോ ഞാൻ പറഞ്ഞത്, ഇതൊരു വെറും തെരഞ്ഞെടുപ്പല്ല. ഒന്ന്, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഭയത്തോടുകൂടി കഴിയുന്നു. അത് ഭരണഘടന അവർ പൊളിച്ചെഴുതെന്ന് പറയുന്നു. കുറെ വിവരം കേട്ട എംപിമാർ, BJP MP, എന്താ പറയുക, കർണാടകത്തില് ഗഗ്ഗിടെ MP, പിന്നെ ശോഭ കരന്തലെ എല്ലാം എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ഥാനാർത്ഥി കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ദീർഘമായി സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ വോട്ടർമാരോട് പറയണം, കൃഷിക്കാരോട് പറയണം, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ MP-മാർ ഉള്ള ഒരു പാർട്ടിയാണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ രാഷ്ട്രപതി വിളിക്കണമെങ്കിൽ കൂടുതൽ MP-മാരുള്ള പാർട്ടിയെ വിളിക്കുന്നത്. കൂടുതൽ MP-മാരെ കിട്ടുന്ന പാർട്ടിയെയാണ്, ആ പാർട്ടിയുടെ നേതാവിനെയാണ് രാഷ്ട്രപതി ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രപതി ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിക്കണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കൂടുതൽ MP-മാർ ജയിച്ചു വരണം. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ കൂടുതൽ MP-മാർ ജയിച്ചു വരണമെങ്കിൽ കേരളത്തിലെ 20 സീറ്റും UDF-ന്റെ MP-മാർ ജയിച്ചു പോകണം. കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 നമ്മൾ ജയിച്ചതാണ്. ഒരെണ്ണം മാത്രമേ കിട്ടാതെ പോയുള്ളൂ. അതും ഇത്തവണ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 20-ൽ 20 സീറ്റും കേരളം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കാപട്യം, വഞ്ചന നമ്മൾ തിരിച്ചറിയണം. കൃഷിക്കാരെ കണ്ണീര് കുടിപ്പിച്ച, കർഷക ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട, നമ്മൾ കൃഷി ചെയ്ത് വിളയിച്ച നെല്ലിന്റെ വില ഇപ്പോഴും തരാത്ത, ഇപ്പൊ കൊയ്ത് സംഭരിക്കുന്ന നെല്ലിന്റെ വില എന്ന് കിട്ടുമെന്ന് ഇതുവരെയും പറയും. ഉദാഹരണം 15 ദിവസത്തിന് അക്കൗണ്ടിൽ തരുമെന്നാ പറഞ്ഞത്. ഇതുവരെ ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിന്റെ വില ഇപ്പോഴും കിട്ടാനുണ്ട്. ഇപ്പോഴും സംഭരിച്ചുകൊണ്ട് പോകുന്ന നെല്ലിന്റെ വില എന്ന് കിട്ടുമെന്ന് ഒരു നിശ്ചയവുമില്ല. അതിന് ഇനി നമ്മൾ അടി കൊള്ളേണ്ടി വരുമെന്നാ തോന്നുന്നത്. ആ നെല്ലിന്റെ വില കിട്ടാനും നമ്മൾ ഇനി അടി കൊള്ളണോ? ഒരടി നമ്മൾ കൊണ്ടു നെല്ലിന്റെ വിലയ്ക്ക്.
ഇതിനും നമ്മൾ ലാത്തി ചാർജ് ആണെങ്കിൽ ലാത്തി ചാർജ്, നമുക്ക് ഭയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ സമരമുഖത്തായിരുന്നു. ഈ കൃഷിക്കാരോടുള്ള നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച പിണറായി സർക്കാരിനെതിരെ കൃഷിക്കാരന്റെ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് നമ്മൾ നിരാഹാരം കിടന്നു, മാർച്ച് നടത്തി, ലാത്തി ചാർജ് ഏറ്റ്, സെക്രട്ടേറിയറ്റ് മുന്നിൽ പട്ടിണിക്കഞ്ഞി വെച്ച്, അങ്ങനെ നമ്മൾ സമരമുഖത്തായിരുന്നു. ഇത്രയൊക്കെ സമരങ്ങൾ ചെയ്യുമ്പോഴും ഇവിടത്തെ LDF പറയുന്നത് MP ഇവിടെ കാണാനില്ലായിരുന്നു. എന്തൊരു വിരോധാഭാസം നോക്കി. അതുകൊണ്ട് ഞാനത് വിടുകയാണ്. നിരന്തരമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നമുക്കിനി മുന്നോട്ട് പോകേണ്ടതായിട്ട്. കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കുടിവെള്ള പദ്ധതിക്കായി ഇവിടെ കൊടുത്തത്. പക്ഷേ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ആ വാട്ടർ അതോറിറ്റി കേന്ദ്രം കൊടുക്കുന്ന ജൽജീവൻ മിഷന്റെ ഫണ്ട് അതുപോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഊരാളുങ്കലിന് എന്ത് വേണോ കിട്ടും. ഊരാളുങ്കലിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിലും വെള്ളം കൊടുക്കുന്നതിലും കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരിനെതിരായുള്ള നിരന്തരമായ പോരാട്ടത്തിലായിരുന്നുവെങ്കിൽ തുടർന്നും ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 15 വർഷക്കാലം എങ്ങനെ ഞാൻ പ്രവർത്തിച്ചു. കുട്ടനാട്ടിലെയും മാവേലിക്കരയിലെയും എല്ലാ മുക്കിലും മൂലയിലും ഒരു പഞ്ചായത്ത് മെമ്പറേക്കാൾ വേഗത്തിൽ ഓടിയെത്തുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിൽ നിരന്തരമായി നിതാന്തമായി ഇടപെട്ട് പ്രവർത്തിച്ച ഒരു ജനപ്രതി എന്ന നിലയിൽ പാർട്ടിയും മുന്നണിയും വീണ്ടും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ, ഈ സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിലനിർത്തുവാനാണ് വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും പാർട്ടിയും UDF ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കണം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കുട്ടനാട്ടിൽ നിന്ന് ചരിത്ര വിജയം അല്ലെങ്കിൽ ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടിക്കൊണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഐതിഹാസികമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് വിജയിച്ചു വരാൻ കഴിയണം. അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ നിയോജകമണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഉള്ളത്. വോട്ടർമാർ നമുക്കൊപ്പമാണ്. ഇടതുപക്ഷത്തിൽ പോലും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ടർമാർ പോലും നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ടർമാരെയും കാണുമ്പോൾ തീർച്ചയായും വിജയം നമ്മുടെ പക്ഷത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന അത്യുജ്വലമായ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദിച്ചതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഒന്നിച്ച് മുന്നേറാം. വിജയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ബഹുമാന്യനായ ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ, UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ തങ്കച്ചൻ വാഴത്തറ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജനപ്രിയ MP, ഇവിടെ വേദിയിൽ സംസാരിച്ച ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട ശ്രീ ടോമി കല്ലാനി, പ്രിയപ്പെട്ട ശ്രീ M മുരളി, ശ്രീ ജേക്കബ് എബ്രഹാം തുടങ്ങിയ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ,
സുഹൃത്തുക്കളെ, നമ്മുടെ MP-യുടെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമെന്ന് പ്രഖ്യാപിക്കുന്ന കൺവെൻഷനാണ് ഇന്നിപ്പോ ഈ കുട്ടനാട്ടിൽ നടക്കുന്നത്. ഈ രാജ്യം ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും, എല്ലാ തെരഞ്ഞെടുപ്പുകളെ പറ്റിയും പറയാറുണ്ടെങ്കിലും, ഈ തെരഞ്ഞെടുപ്പിനൊരു വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ വിജയിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാനാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വന്നു ചെന്ന് നിൽക്കുന്നത്. നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതി ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവം തച്ചു തകർക്കുവാൻ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആഗ്രഹിക്കുക. പക്ഷേ രാജ്യമെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികൾ വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി വരികയാണ്: 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത് ഇന്ത്യ മുന്നണിയുടെ സർക്കാരായിരിക്കും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും, സംശയം വേണ്ട. ആ സർക്കാരിൽ അതീവ പ്രാധാന്യമുള്ള സുപ്രധാന ചുമതലകൾ വഹിക്കേണ്ട ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് വിജയിക്കേണ്ടത് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ആവശ്യമാണ്. ഈ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കാർഷിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കർഷകന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ച പ്രിയപ്പെട്ട MP-യുടെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റുവാൻ കഴിയുന്ന വളരെ ഉയർന്ന സ്ഥാനത്തായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം കൊണ്ട് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ജനതയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ. ഇവിടെ നെല്ലിന് വിലയില്ലാതെ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി പോലും നൽകുവാൻ തയ്യാറാകാതെ ഇവിടുത്തെ കർഷകരെ ബുദ്ധിമുട്ടിച്ചു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ലിന് ആവശ്യമായ വില നൽകുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഇവിടെ പ്രളയവും ദുരിതവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നോക്കുകുത്തിയായി നിന്ന പിണറായി സർക്കാരിനെയും ഈ നിയോജക മണ്ഡലത്തിലെ MLA-യെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ നിങ്ങൾ 15,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിക്കണമേ എന്ന് വളരെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച്, GST ഏർപ്പെടുത്തി ഇവിടെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ, ദുരിതത്തിലാഴ്ത്തിയ ഈ കേന്ദ്ര ഭരണത്തിനെതിരെയും സംസ്ഥാനം ഭരിച്ചു മുടിച്ച പിണറായി സർക്കാരിനെതിരെയും അതിശക്തിയായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമേ എന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ കോർഡിനേറ്റർ AICCയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ടോമി കല്ലാനിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ തങ്കച്ചൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഈ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കാൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ കാലഘട്ടത്തിനും അപ്പുറമാക്കാൻ പ്രതിജ്ഞാബദ്ധമായ മനസ്സോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന കുട്ടനാടിന്റെ മണ്ണിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അഭിവാദ്യം ചെയ്യുന്നു. കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ, നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ, വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ അനൗൺസ് ചെയ്യുകയാണ്. ഈ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ പ്രിയപ്പെട്ട K. ഗോകുമാർ സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഏറെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, ഏറെ ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണി തറവാട്ടിലെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ രൂപം ഇവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. 501 അംഗ എക്സിക്യൂട്ടീവാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിലെ പ്രധാന ഭാരവാഹികളുടെ പേര് മാത്രമേ വായിക്കുകയുള്ളൂ. രക്ഷാധികാരികളായി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KC ജോസഫ് ഇരിക്കൂർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ B. ബാബു പ്രസാദ്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ M. മുരളി, ചീഫ് കോർഡിനേറ്റർ ശ്രീ ടോമി കല്ലാനി, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ കോശി, കുട്ടനാട് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, വർക്കിംഗ് ചെയർമാൻ തങ്കച്ചൻ വാഴച്ചിറ, കുട്ടനാട് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ K. ഗോപകുമാർ, കുട്ടനാട് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് ചേക്കോടൻ, വൈസ് ചെയർമാൻമാർ ശ്രീ സജി ജോസഫ്, ശ്രീ ജോസ് കോയിപ്പള്ളി, ശ്രീ ബാബു വലിയ വീടൻ, ശ്രീ അനിൽ ബോസ്, PT സ്കറിയ, KP സുരേഷ്, AK സുബ്രഹ്മണ്യൻ, ശ്രീ രഘുത്തമൻ. കൺവീനർമാർ ശ്രീ ടിജിൻ ജോസഫ്, ശ്രീ തോമസൂട്ടി മാത്യു, ശ്രീ ജോജി കരിക്കമ്പള്ളി, ശ്രീ സണ്ണി കളത്തിൽ, ശ്രീ ജോസ് കാവനാട്, ശ്രീ തോമാച്ചൻ കളപ്പുര, ശ്രീ ജയചന്ദ്രൻ. കുട്ടനാട് ഇലക്ഷൻ കമ്മിറ്റിയുടെ 2 ചീഫ് കോർഡിനേറ്റർമാർ സുപ്രധാന തസ്തികയാണ്. 2 കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ ശ്രീ CV രാജീവ്, ശ്രീ ജോർജ് മാത്യു പഞ്ഞിമരം. പിന്നെ വളരെ പ്രധാനപ്പെട്ട 5 സബ് കമ്മിറ്റികളുണ്ട്. ആ സബ് കമ്മിറ്റി ഒന്ന് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പ്രതാപൻ പറവേലി, കൺവീനർ ശ്രീ സാബു തോട്ടുങ്കൽ. 2 പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പ്രമോദ് ചന്ദ്രൻ, കൺവീനർ ശ്രീ പ്രകാശ് പനവേലി. പ്രചാരണ കമ്മിറ്റി ചെയർമാൻ ശ്രീ JT റാംസെ, കൺവീനർ ശ്രീ നൈനാൻ തോമസ്. പബ്ലിക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രത്യേക ഉപസമിതി, അതിന്റെ ചെയർമാൻ ശ്രീ VK സേവ്യർ, കൺവീനർ ശ്രീ റോയി ഊരാമ്പേലിൽ. കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സമിതി, അതിന്റെ ചെയർമാൻ ശ്രീ അലക്സ് മാത്യു, കൺവീനർ ശ്രീമതി അമ്മിണി വർഗീസ്. ഇതുകൂടാതെ കോൺഗ്രസിന്റെ DCC മെമ്പർമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഘടകകക്ഷികളുടെ മറ്റ് ബ്ലോക്ക് തല ഭാരവാഹികൾ ഒക്കെ വിവിധ കമ്മിറ്റികളിലായി ഈ സമിതിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കി സമിതി കൂടി മണ്ഡലം കൺവെൻഷനുകൾക്ക് ശേഷം ബാക്കി പുനഃസംഘടിപ്പിക്കുന്നതാണ്. ഇനി മണ്ഡലം കൺവെൻഷനുകളുടെ ഡേറ്റ് കൂടി ഇപ്പോൾ അറിയിക്കുന്നു. 23-ാം തീയതി ശനിയാഴ്ച എല്ലാ മണ്ഡലം കൺവെൻഷനുകളും പെസഹ വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി, അതായത്
പെസഹ വ്യാഴം മുതൽ പിന്നെ വിഷു കഴിയുന്നിടം വരെ കുറച്ച് ദിവസത്തേക്ക് അതിനു മുമ്പായി ഈ വെക്കേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാകണം. അതുകൊണ്ട് ആ വ്യാഴാഴ്ചയുടെ തലേ ദിവസം ബുധനാഴ്ച 27-ാം തീയതി ബുധനാഴ്ച കൊണ്ടെല്ലാം തീരണം. 23-ാം തീയതി ശനിയാഴ്ച എടത്വ 3 PM, 24-ാം തീയതി ഞായറാഴ്ച കൈനകരി 2 PM, രാമങ്കരി 3 PM, പുളിങ്കുന്ന് 4 PM, മുട്ടാർ 5 PM. 25-ാം തീയതി തിങ്കളാഴ്ച തകഴി 3 PM, നീലമ്പേലൂർ 4 PM, ചമ്പക്കുളം 5 PM. 26-ാം തീയതി ചൊവ്വാഴ്ച നെടുമുടി 3 PM, കാവാലം 4 PM, വിയ്യപുരം 5 മണി. 27-ാം തീയതി ബുധനാഴ്ച വെളിയനാട് 4 മണി, തലവടി 5 മണി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ മണ്ഡലം കൺവെൻഷനുകളുടെ ഈ ചാർട്ട്. അത് ക്രമം തെറ്റാതെ ഇത് കൃത്യമായി നടത്തുന്നതിന് വേണ്ടി മണ്ഡലം തല UDF കൺവീനർമാരും ചെയർമാൻമാരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവസാനിക്കുകയാണ്. ഈ കൺവെൻഷന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഇലക്ഷൻ കമ്മിറ്റിയുടെ കോർഡിനേറ്ററുമായ ഏറെ ബഹുമാന്യ